ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയുടെ പുതിയ സംസാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് വാദ്യകലാകാരന്മാരെ, അപൂർവമായി കഥകളി വേഷത്തിലെ ആചാര്യന്മാരെ, അടുത്ത ദിവസത്തിൽ കഥകളി സംഗീതത്തിലെ പ്രഗത്ഭനായ ആചാര്യൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അവറുകളുടെ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വർത്തമാനങ്ങൾ, അവരുടെ കഥകളിയുമായി ബന്ധപ്പെട്ട്, കലയുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, കലയുടെ വളർച്ചയുടെ ക്രമമായ പടികൾ അവർ ഓർത്തെടുക്കുകയും അത് നമ്മോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയൊക്കെ ആമുഖമായി പറയാൻ കാരണം, ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ പുതിയ വീഡിയോയിൽ കലാമണ്ഡലത്തിൽ നൃത്തം പഠിച്ചിരുന്ന നൃത്തകലാകാരികളുടെ വർത്തമാനത്തിലേക്കാണ് ഓരോരുത്തരെയും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നത്. '70, 1970, 75, 80 കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിൽ നൃത്തപഠനം ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്ത വിവിധ പ്രദേശങ്ങളിലെ നൃത്തകലാകാരികളാണ് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത്. മഹാകവി വള്ളത്തോളിൻ്റെ സ്വപ്നം എന്നതുപോലെ കലാമണ്ഡലത്തിൽ കഥകളിയോടൊപ്പം നൃത്തം ആരംഭിക്കുകയും മോഹിനിയാട്ടം ആരംഭിക്കുകയും ആ മോഹിനിയാട്ടം ആരംഭിച്ചതിന് ശേഷം അവിടെ തുടർന്ന് പഠിക്കുകയും ആ പഠിച്ച വിദ്യാർത്ഥിനികൾ അവരവരുടെ ദേശങ്ങളിൽ പോയി ഈ നൃത്തകലയെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ദൗത്യം, ഒരു തരത്തിൽ പറഞ്ഞാൽ മഹാത്മാ ഗാന്ധി ചെയ്ത ആ പ്രദേശങ്ങളിലെ പ്രചരണം, ഗാന്ധി മാർഗം പ്രചരിപ്പിക്കാനുള്ള ഒരു ദൗത്യം എന്നതുപോലെ ഈ മോഹിനിയാട്ടത്തെ വളർത്തിയെടുക്കുന്നതിന്, നൃത്തത്തെ വളർത്തിയെടുക്കുന്നതിന്, അതിന് ശാസ്ത്രീയതയെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഇത്തരം കലാകാരികൾ ധാരാളം പ്രയത്നിച്ചിട്ടുണ്ട്. വളരെ കുട്ടിക്കാലത്ത് തന്നെ മറ്റ് വാദ്യമേഖലയിലും കഥകളി പോലുള്ള കലകളും പഠിക്കുന്നത് പോലെ തന്നെ നൃത്തപഠനം 12, 13 വയസ്സിൽ ആരംഭിക്കുന്നതാണ്. കുടുംബത്തിൽ നിന്ന് വിട്ടുനിന്ന് ഈ നൃത്തപഠനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ച നിരവധി കലാകാരികൾ കലാമണ്ഡലത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയായാലും ഞാൻ അവരുടെ അക്കാലത്തെ ഓർമ്മയിലേക്ക്, അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ 2025 എത്തി നിൽക്കുമ്പോൾ ഒരു 45-50 വർഷത്തെ മുൻപത്തെ ഓർമ്മകളായിരിക്കും കലാമണ്ഡലവുമായി അവർക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നൃത്തം കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ തങ്ങൾ പഠിച്ച കാലത്തുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏത് തരത്തിലായിരുന്നുവോ അക്കാലത്ത് ഉണ്ടായിരുന്നത്, അതിൽ അടവുകളാവട്ടെ, ഇനങ്ങളാവട്ടെ, അതിൻ്റെ അവതരണത്തിലുള്ള ശൈലീഭേദങ്ങളാവട്ടെ, ഇതൊക്കെ അക്കാലത്ത് എങ്ങനെയായിരുന്നു എന്നും പിൽക്കാലത്ത് അതിൻ്റെ മാറ്റവും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇന്ന് നമ്മുടെ ഈ വൈത്താരിയിലുള്ളത്. ഇതിൽ ചന്ദ്രിക എന്ന അവർ കുന്നംകുളം അടുത്ത് പെരുമ്പിലാവ് സ്വദേശി ആയ ചന്ദ്രിക ഉണ്ട്, കലാമണ്ഡലം ചന്ദ്രിക. ശ്രീദേവി, ആറന്മുള തന്നെയുള്ള ശ്രീദേവി, കലാമണ്ഡലം ശ്രീദേവി ഇതിലുണ്ട്. കലാമണ്ഡലം സുധ കേച്ചേരി സ്വദേശിയായ അവരുണ്ട്. മാധവൻ, തിരുവല്ല സ്വദേശിയായ കലാമണ്ഡലം മാധവൻ നമ്പൂതിരി ഇതിലുണ്ട്.
ഇപ്പോൾ ഗുരുവായൂർ സ്വദേശിയായ കലാമണ്ഡലം രമ ഈ നമ്മളോട് വർത്തമാനം പറയുന്നുണ്ട്. ഇങ്ങനെ 4-5 പേർ അവരുടെ അക്കാലത്തെ കലാമണ്ഡലത്തിൽ ചേരാൻ തുടങ്ങുന്നത് മുതലുള്ള അതിൻ്റെ പഠനത്തിലെ എന്തെല്ലാം ആയിരുന്നു ശൈലികൾ, എന്തെല്ലാമായിരുന്നു പഠിച്ചത്, അത് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് അവരൊരു സംവാദം പോലെ ചർച്ച ചെയ്യുന്നത് പോലെ അവർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ നേരത്തെ അവതരിപ്പിച്ച കല പോലെ തന്നെ ഈ നൃത്ത വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു പെൺകുട്ടികൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ചെയ്യുന്നത് എന്നത് വളരെ കൃത്യമായി അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റെല്ലാ വീഡിയോകളും വർത്തമാനങ്ങളും ഏറ്റെടുത്തതുപോലെ ഈ വർത്തമാനവും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ജീവിത കല അനുഭവങ്ങൾ കേൾക്കണം എന്നാണ് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വായ്ത്താരിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ പ്രത്യേകം പറയുകയാണെങ്കിൽ കലാമണ്ഡലം 1930 സ്ഥാപിച്ചതിന് ശേഷം 40-45 കൊല്ലത്തിന് ശേഷം കലാമണ്ഡലവുമായി നൃത്തവുമായി ബന്ധപ്പെട്ട കലാകാരികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. ചന്ദ്രിക, ശ്രീദേവി, സുധ, കല, രമ. ഇവർ അപ്പോൾ ഒരു 45 വർഷത്തിന് ശേഷം കലാമണ്ഡലത്തിൽ അന്ന് ഇത്തരം ഇപ്പോൾ അതായത് 2025 കാണുന്ന പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ അവർ 40-45 കൊല്ലം മുൻപത്തെ അനുഭവങ്ങൾ ഈ 45 കൊല്ലത്തിന് ശേഷം ഓർത്തെടുക്കുകയാണ്. അത് അവർ കലാമണ്ഡലത്തിലേക്ക് ചേർന്നത്, കലാമണ്ഡലത്തിലേക്ക് പോകാനുള്ള ഈ നൃത്തത്തിൻ്റെ അഭിനിവേശം വരാനുള്ള കാരണം, പിന്നെ അവിടെ ഇൻ്റർവ്യൂ, അങ്ങനെ പല അനുഭവങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാലും പഴയ കാലത്തെ അനുഭവങ്ങൾ നമ്മൾ അന്നത്തെ കലാമണ്ഡലത്തിൻ്റെ ടീച്ചർമാരുടെ പഠന സമ്പ്രദായങ്ങൾ, പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ, പഠിച്ചിരുന്ന ഐറ്റങ്ങൾ, മുദ്രകൾ, അടവുകൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇതൊരു സാധാരണ സംഭാഷണം പോലെ കരുതിയാൽ മതി. ഒരു ഔപചാരികത ഒന്നും ഇതിൽ ആഗ്രഹിക്കുന്നില്ല. അവരവരുടെ ഓർമ്മകൾ തുറന്ന് വീണ്ടും നിരവധി കലാകാരികളെ അരങ്ങിലേക്ക് കലാകാരികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. വീണ്ടും രമ, കല, സുധ, ശ്രീദേവി, ചന്ദ്രിക. അപ്പോൾ നമുക്ക് അവരുടെ സംഭാഷണത്തിലേക്ക്, അവരുടെ ഓർമ്മകളിലേക്ക് ഒന്ന് പോവാം. ആ കുട്ടിക്കാലത്തെ ഒരു യൂണിഫോം ഇട്ട് കളരിയിൽ പോയിരുന്നത്, ഇടാതെ പോയിരുന്നത്, അക്കാലത്തൊക്കെ ഒന്ന് മനസ്സ് തുറക്കുവാരെങ്കിലും. സംസാരിക്കട്ടെ. നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ഗുരുക്കന്മാർ, അപ്പോൾ ഗുരുഭ്യോ നമ. 1980 കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. നൃത്ത പഠനത്തിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ പറഞ്ഞു തന്ന ഇൻസ്പിറേഷനാണ്. എൻ്റെ അമ്മായിയുടെ മോള് കലാമണ്ഡലത്തിൽ പഠിച്ചതായിരുന്നു, കലാമണ്ഡലം മോഹന തുളസി. അപ്പോൾ എല്ലാ വർഷവും വെക്കേഷന് ഇങ്ങനെ പറയും, മോഹനയുടെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാം, മോഹനയുടെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് ആഗ്രഹിച്ച് ആ ആഗ്രഹം പറഞ്ഞ് സഫലീകരിക്കാതെ ആയപ്പോൾ അങ്ങനെ ആ വർഷത്തെ വെക്കേഷനിൽ അച്ഛൻ്റെ വീട്ടിൽ വരികയുണ്ടായി. അച്ഛൻ്റെ ചേട്ടൻ താമസിക്കുന്ന ഷൊർണൂരാണ്, പുള്ളി റെയിൽവേയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വെക്കേഷൻ പങ്കിടാൻ വേണ്ടി ഒരു 10 ദിവസം നിൽക്കാൻ വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മോള് ശകലം പൊങ്ങച്ചത്തോടു കൂടി പറയുകയുണ്ടായത്, ഞാൻ കലാമണ്ഡലത്തിൽ പോവാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ കലാമണ്ഡലം എന്ന് കേട്ടപ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു ഉണർവാണ് മനസ്സിനുണ്ടായത്.
നീ കല്യാണത്തിൽ പോവാണോ? അതെന്താ? ഞാൻ എല്ലാ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ വാശി വെച്ചു, എനിക്ക് പോകണമെന്ന്. അങ്ങനെ വലിയച്ഛൻ പിറ്റേ ദിവസം പോയിട്ട് ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് വരിക, ഫില്ല് ചെയ്യുക, കൊണ്ടു കൊടുക്കുക. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു. അവളാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, എനിക്കാണെങ്കിൽ പാട്ട് പാടാനോട്ട് വലിയ അറിവില്ല. അവിടെ ചെന്നപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചില സാമ്പത്തികത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും, സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കുന്ന വിചാരിച്ചിട്ട് യാതൊരു ഇതുമില്ലാത്ത വിധത്തിലാണ് കയറിപ്പോയത്. അവൾ പോയിട്ട് ഭയങ്കര പാട്ടൊക്കെ പാടി തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്കൂളിൽ ഏതാണ്ടൊക്കെ തക്കട തരികട സ്കൂളിലെ അന്നത്തെ കാലത്തെ ഗ്രൂപ്പ് ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അതൊക്കെയുള്ള അറിവേ ഉള്ളൂ, അല്ലാണ്ട് ക്ലാസിക്കൽ അറിവ് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. പക്ഷേ സ്കൂളിലൊരു ടീച്ചർ വന്ന് പഠിപ്പിച്ചത് ഭരതനാട്യമാണോ മോഹിനിയാട്ടമാണോ അതൊന്നും അറിയില്ല. ഈ പഠിക്കാൻ പോണത് ഭരതനാട്യമാണോ മോഹിനിയാട്ടമാണോ എന്ന് പോലും അറിയാത്ത കാലമായിരുന്നു. അങ്ങനെ എന്തായാലും ഇൻ്റർവ്യൂ ചെയ്തു. പിന്നീട് ചെന്നപ്പോഴാണ് അത് സത്യഭാമ ടീച്ചറായിരുന്നു, ഗുരു ആയിരുന്നു എന്ന് മനസ്സിലായത്. എന്തോ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ഏതോ ഒരു ഡാൻസ് കളിച്ചു. എന്തോ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, പാട്ട് അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് എന്തായാലും പറഞ്ഞില്ല. ഏതോ മനസ്സിലുണ്ടായിരുന്ന 4 വരി പാടി. അപ്പോൾ ടീച്ചർ വന്ന് പിന്നെ നാട്യാരംഭം പിടിപ്പിച്ചു. അത് നാട്യാരംഭമാണോ, അന്ന് നില പിടിക്കുക എന്നൊക്കെയാണ് കലാമണ്ഡലത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നീട് പഠിച്ച അറിവിൽ നിന്നാണ് ഈ നാട്യാരംഭ സ്ഥാനമാണ് അത് എന്ന് മനസ്സിലായത്. അങ്ങനെ നില പഠിപ്പിച്ചപ്പോൾ ഒരു വശം ഇങ്ങനെ ചരിഞ്ഞു പോയി. അപ്പം ആരോ ചോദിച്ചു അതാരാന്നറിയില്ല. ആ കുട്ടിയുടെ ഒരു വശം ചരിവാണല്ലോ സത്യഭാമേ. അപ്പോഴാണ് ആ ടീച്ചറുടെ പേര് സത്യഭാമ എന്ന് മനസ്സിലായത്. അത് ശരിയാവുന്ന തോന്നണത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ആരാ കൂടെ വന്നേന്ന് ചോദിച്ചു. അമ്മയാ വന്നേക്കണേന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. അപ്പോൾ പറഞ്ഞു പൈസ കൊടുക്കാതെ പഠിക്കുന്ന ഇൻ്റർവ്യൂ രാവിലെ തീർന്നു, ഉച്ചയ്ക്ക് ശേഷം പൈസ കൊടുത്ത് പഠിക്കുന്ന ഇൻ്റർവ്യൂ ആണ്, പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാർഡ് അയക്കാമെന്ന് പറഞ്ഞു. ഇതാണ് അന്നത്തെ ഇൻ്റർവ്യൂ സംഭവിച്ചത്. അങ്ങനെയാണ് എൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ. എൻ്റെ കാര്യം ഭയങ്കര രസമാണ്. 12 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കലാമണ്ഡലത്തിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട വീട്ടിലൊരു ഷാരടി മാഷുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ മാഷ് പറയും, എന്നെ എന്താ സുധേനെ നമുക്ക് കലാമണ്ഡലത്തിൽ ചേർത്തണം. അങ്ങനെ ഇപ്പോൾ കലാമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ അങ്ങോട്ട് പോവാനുള്ള അതൊക്കെ സ്വപ്നമല്ലേ. അപ്പോൾ മാഷ് പറഞ്ഞു അവിടെ കൊണ്ടുപോയി ചേർത്താണ്. അത് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് മാഷ് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. ഇൻ്റർവ്യൂവിന് കാർഡ് വന്നപ്പോൾ തന്നെ എൻ്റെ വിചാരം കിട്ടിയ പോലെയാണ്. എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. ആ അപ്പോൾ എല്ലാവരോടും അടുത്തുള്ള വീട്ടുകാരോടൊക്കെ നടന്നു പറഞ്ഞു ഞാൻ. ഇൻ്റർവ്യൂവിന് അല്ല കാർഡ് വന്നിട്ടുണ്ട്, കലാമണ്ഡലത്തിൽ നിന്ന് കാർഡ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് നമുക്ക് താളം അറിയില്ല, ഒന്നും അറിയില്ല. താളം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്പീശാശാനാണ് അന്ന് പ്രിൻസിപ്പൾ. പിന്നെ ടീച്ചർമാരാരൊക്കെയാണെന്ന് അറിയില്ല. ടീച്ചർമാരാണ് എന്ന് അറിയണത് നമുക്ക് ചെന്നതിന് ശേഷമല്ലേ. അപ്പോൾ കുറേ ഇങ്ങനെ വട്ടത്തിൽ ഒരു 10-15 ആൾ ഇരിക്കുന്നുണ്ട് വട്ടത്തിൽ. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഞാൻ ചെറുതല്ലേ, അപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിടിച്ചു. അന്ന് തന്നെ മുടി ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി. അപ്പോൾ ആശാൻ പറഞ്ഞു ഇവിടെ വാന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് കുശലം ചോദിച്ചു തുടങ്ങി ഓരോന്ന്. അപ്പോൾ അംബിശേഷൻ പറഞ്ഞു എന്ത് പഠിക്കാനാണ് വന്നേ? ഡാൻസാണ്. അപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. എവിടെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു താളം എങ്ങനെയാണ് താളം പിടിക്കുക? അപ്പോൾ താളം എന്തൊക്കെ അറിയില്ല, എന്താ താളം എന്ന്. എന്നിട്ട് ആശാൻ എങ്ങനെയാണ് താളം പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇതാണല്ലേ താളം എന്നപ്പൊക്കെ മനസ്സിലായി. അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചാന്നാണ്. അപ്പോൾ ഞാൻ ആശ അങ്ങനെ പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ പിടിച്ചു. താളം ശരിയായി എന്നാണ്. അത് കഴിഞ്ഞ് ഡാൻസ് ഏതെങ്കിലും അറിയുമോ? അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ വിജയരാഘവൻ മാഷില്ലേ, ഞാങ്ങാട്ടി, അപ്പോൾ അദ്ദേഹം മരിച്ചു.
മൂപ്പരുടെ അടുത്താണ് ഞാൻ പഠിച്ചായിരുന്നത്. പഠിച്ചാൽ ഫീസ് കൊടുക്കാൻ വഴിയില്ല. അപ്പോൾ ആദ്യം ക്ലാസ് അവിടെ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് നിൽക്കും. ക്ലാസ്സിൽ ചേരണമെങ്കിൽ ഫീസ് കൊടുക്കണ്ടേ. അപ്പോൾ അടുത്ത വീട്ടിൽ എന്താണ് ഒരു സമാജമുണ്ട്, അവിടെയാണ് ഈ ഡാൻസ് ക്ലാസ്. എന്നിട്ട് അവിടെ ചെന്ന് ഒരു അരുവിന് ഞാൻ അങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് മാഷ് പറഞ്ഞു, ഒരു ദിവസം മാഷിൻ്റെ അങ്ങനെ വിളിച്ചു. അപ്പം ഡാൻസ് ഇഷ്ടമാണോ എന്ന് വെച്ചപ്പോൾ ഇഷ്ടമാണ്. എന്നാൽ പഠിക്കുമോ? പഠിക്കാമെന്നോ. എന്നാൽ നാളെ മുതൽ വന്നോളൂ കേട്ടോന്ന്. അങ്ങനെയാണ് ഡാൻസ് തുടങ്ങിയതാണ്. അപ്പോൾ ഡാൻസ് അതൊരു 2 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡാൻസ് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഡാൻസ് അറിയുന്നു. എന്നിട്ട് ഞാൻ തന്നെ പാടിയിട്ട് അവിടെ കളിച്ചു. അത് കഴിഞ്ഞ് പാട്ട് അറിയാമെന്ന് ചോദിച്ചു. പാട്ടും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ലാന്ന്. പാട്ട് അറിയുമോ ചോദിച്ചു. അറിയുമെന്ന്. എന്നാൽ ഒരു പാട്ട് പാടും. അപ്പം ഞാൻ കുറേ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയത്. എന്താണ് പദ്യോച്ചാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്പിശാശ ഇന്നൊരു പദ്യോച്ചാരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്തിനു കിട്ടിയതാ? അപ്പോൾ ഞാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞു. അപ്പം ഇതൊന്ന് ചെല്ലേന്ന്. അപ്പോഴേക്കും നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ ലീല ചേച്ചി എല്ലാവരും ഇങ്ങോട്ട് വന്നു. പദ്യോച്ചാരണം ഒന്ന് ചെല്ലുകയാണ്. അപ്പം ഞാനങ്ങോട്ട് ചെല്ലുക. അതോ ഒതുക്കി പാടണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ വെച്ച് കാച്ചി. ഓഫീസിലുള്ളവരൊക്കെ വന്നു. നെല്ലിൻ തോളില്ല കൈവച്ചു നിന്നു, നെല്ലി പൂവൊക്കെ കണ്ണു തുറന്നു. അത് കേട്ടിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നു. അപ്പം എന്നൊരു പാട്ട് പാടും. പദ്യോച്ചാരണം കഴിഞ്ഞു, ഇനി ഒരു പാട്ട് നിന്നു. അപ്പോൾ പാട്ട് അത് ഡാൻസിൻ്റെ പാട്ടാട്ടോ. അപ്പോൾ ഞാൻ കൊയിലേ ഉനക്കാനന്ദ കോടി നമസ്കാരം കുമാരൻ വര കൂവാ കൊയിലേ അത് പാടി. അപ്പോൾ പാട്ടും ശരിയായി, പദ്യോച്ചാരണവും ശരിയായി, ഡാൻസും ശരിയായി, താളം ശരിയായി. ആശാൻ പറഞ്ഞാ എന്നാ ഇനി കുട്ടി പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു വന്നു. വീട്ടിൽ വന്നു. 2-3 ആഴ്ച കഴിഞ്ഞു. ഇൻ്റർവ്യൂ കാർഡ് എടുത്തിട്ടുള്ള കാർഡൊന്നും പിന്നെ വന്നില്ല. അപ്പോൾ പേടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ പോയി ചേർന്നു സ്കൂളിൽ. ഇത് കിട്ടുമെന്ന് നിശ്ചയമില്ലല്ലോ. പോയി ചേർന്ന് ഒരു 8 ദിവസം പോയി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് പേപ്പറിലാണ് പേര്. ഇങ്ങനെ കലാമണ്ഡലത്തുനിന്ന് സെലക്ട് ചെയ്താണ്. ഞങ്ങളുടെ പേപ്പറിൽ കണ്ടിട്ടാണ് അടുത്ത വീട്ടിലെ ഒരു ആള് വന്നിട്ട് പറഞ്ഞു, സുധയുടെ പേരുണ്ടല്ലോ കലാമണ്ഡലത്തിൽ കിട്ടിയില്ലേ. ഞങ്ങളപ്പോഴാണ്, അന്ന് പേപ്പറൊന്നും ഇല്ലല്ലോ നമുക്ക്. എന്നിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചേർന്നു. അങ്ങനെയാണ് എൻ്റെ ചേരലുണ്ടായത്. കലച്ചേച്ചിയുടെ ഗംഭീരൻ. ഞാൻ വലിയ ബോംബെ നോക്കിയല്ലേ, ബോംബെ വാലയായിട്ടല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചതൊക്കെ ബോംബെയിലാണല്ലോ. 10ാം ക്ലാസ് എന്നുവെച്ചാൽ SLC വരെ പഠിച്ച് ബോംബെയിൽ പഠിച്ചിട്ട് അവിടുന്ന് പിന്നെ കലാമണ്ഡലത്തിൽ ചേരുമായിരുന്നു. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ എന്നെ പഠിപ്പിച്ചത് ഗുരു ഗോപിനാഥ് എന്നും പറഞ്ഞിട്ട് അവിടെ തെക്ക് കടപ്പറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അറിയുണ്ടാവും പക്ഷെ അല്ലല്ല ആ ആശാനല്ല, അതല്ല. ഒരു കടപ്പറയിലുള്ളൊരു ഗുരു ഗോപിനാഥ് എന്നും പറഞ്ഞുകൊണ്ടൊരു ആശാൻ മാലക്കര വേഷം കെട്ടിയിട്ട് അവിടുത്തെ മെതിയടി ഇട്ടിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആശാനെ ഇവിടുന്ന് ഓടിച്ചതാ. കാരണം ആ മെതിയടി ഇടാൻ പാടില്ല അത്രേ. സ്വാമിയുടെ മെതിയടിയാ. അപ്പം അത് ഇടാൻ പാടില്ല അത്രേ. അപ്പം മാഷക്കതറിയുണ്ടായിരുന്നില്ല. അപ്പം ശ്രീരാമനായിരുന്നു. അപ്പം ഭരതൻ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പം ഇത് ഇട്ടു. അപ്പം അങ്ങനെ ഭയങ്കര വിഷയമൊക്കെ ആയിട്ട് മാഷ് ഇവിടുന്ന് ഓടി. മാഷ് എപ്പോഴും പറയും ആ കഥ. അതുകൊണ്ട് എനിക്കിത്രയും അറിയുന്നു. അങ്ങനെ ബോംബെയിലെത്തി. കള്ളവണ്ടി കയറി മാഷ് ബോംബെയിലെത്തി. അങ്ങനെ ആ മാഷാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലൊക്കെ സുധോട് പറഞ്ഞ പോലൊക്കെ തന്നെ എന്നോടും പറയുമായിരുന്നു മാഷ്.
നീ പോയി കലാമണ്ഡലത്തിൽ ചേരാൻ നിനക്ക് നല്ല ഭാവിയുണ്ട്, നീ പോയി ചേരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. നമുക്ക് എന്ത് കലാമണ്ഡലം എനിക്ക് അറിയുന്നില്ല, കേരളത്തിൽ അല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്, എല്ലാം ബോംബെയിലായതുകൊണ്ട് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പം പിന്നെ അച്ഛനോട് പറഞ്ഞു, അമ്മോട് പറഞ്ഞു, അങ്ങനെ ഏതായാലും ശരി കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒളപ്പോണ്ണ അപ്പം എൻ്റെ അമ്മാത്ത് പിന്നെ വെളിനീഴിയാണ്. അപ്പോൾ അമ്മാവനൊക്കെ പരിചയമുണ്ട് ഒളപ്പോണ്ണ. അദ്ദേഹമായിരുന്നു അന്ന് ചെയർമാൻ. അപ്പം ചെന്ന് കണ്ട് സംസാരിച്ചപ്പം ഫീസ് കൊടുത്താണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഫീസ് കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ആരും ഇല്ലായിരുന്നു ഓഫീസിലുള്ളവരും. പിന്നെ എനിക്ക് തോന്നുന്നത് സത്യഭാമ ടീച്ചറെ അവർ വിളിച്ചു എന്ന് തോന്നുന്നു. ഏതോ ഒരു എല്ലാവരുടെയും അവരുടെയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതെ, അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ചേർന്നത് 79-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം ഇദ്ദേഹം ഒളപ്പോണ്ണ ആയതുകൊണ്ട് എൻ്റെ അമ്മാത്ത് മള്ളിയൂർ വെള്ളിനേഴി മള്ളിയൂർ മന എന്നാണ് അമ്മാത്ത്. അപ്പോൾ അമ്മാമ്മനൊക്കെ ഇദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ചിട്ടാണ് നമുക്ക് എന്നെ അവിടെ ചേർക്കുന്നത്. അപ്പം ഇതുപോലെ അദ്ദേഹം പറഞ്ഞു ഫീസ് കൊടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ചേരാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു ചേർന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് എന്നെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജോണേട്ടനാണ്. കഥകളി വേഷം ജോണേട്ടനാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ ജോണേട്ടനെയാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ പറഞ്ഞു എവിടെയാവോ എങ്ങനെയാന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വരൂ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടുത്തെ ആ ഹോസ്റ്റലിലുള്ള ആൺപിള്ളേരെല്ലാം ഇല്ല വലിയ ബെൽസും ഇതൊക്കെ ഇട്ട് അന്നൊന്നും പൊക്കമുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല ഇതായിട്ടല്ലേ വരുന്നത്. അവരെല്ലാം കൂടെ ഞാൻ വെച്ചു ദൈവമേ ഇവരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് അപ്പോഴെ വെപ്രാളമായി തുടങ്ങി. അവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് വന്ന് നോക്കുക എന്താ സംഭവം. അപ്പോൾ ഇത് ബോംബെക്കാരിയായിട്ടല്ലേ വരുന്നത്, ആ സ്റ്റൈലിലായിരുന്നു. അത് പിന്നെയാണ് മനസ്സിലായി. ഏതായാലും ശരി വന്നു. ഈ പറഞ്ഞ പോലൊക്കെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു, അത്ര തന്നെ ഉണ്ടായുള്ളൂ. ഇൻ്റർവ്യൂ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ചോദിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞാൻ ഒരു പാട്ട് പാടി, ഒരു ഹിന്ദി പാട്ടാണ് പാടിയത്. അന്ന് അതേ അറിയുള്ളൂ. അങ്ങനെ ഒരു ഹിന്ദി പാട്ട് പാടി. പിന്നെ ഈ ഡാൻസ് മാഷയുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലാരിപ്പൂ അങ്ങനെ ഏതാണ്ട് ചെയ്തു കാണിച്ചു. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വരവ്. അതീ പറഞ്ഞ പോലൊക്കെ അമ്മയും അങ്ങനെ തന്നെയല്ലേ, ബോബും ഒക്കെ ചെയ്ത് സുധയ്ക്കറിയില്ലേ, ബോബ് മുടിയൊക്കെ ചെയ്ത് ഇങ്ങനെ സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെയാണല്ലോ അമ്മയും. അപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു എത്ര വർഷം മുമ്പെയാ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു കൗതുകം. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ആരും നോക്കുമൊന്നുമില്ല. പക്ഷെ അന്ന് അതല്ലല്ലോ, എല്ലാവർക്കും ഒരു ഇത് എന്തൊരു ജീവികൾ വരുന്നത്. അങ്ങനെ ഏതായാലും എൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനുശ്ശേരിയിലാണ്. കലാമണ്ഡലം മല്ലിക വാസുദേവൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്, മല്ലിക വാസുദേവൻ്റെ. ഞാനിതേപോലെ തന്നെ പണ്ട് മുതൽ ഏത് നേരം ഈ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തന്നെ ഞാൻ കലാമണ്ഡലത്തേക്ക് പോകുന്നോ കലാമണ്ഡലത്തിൽ പഠിക്കുന്നോ അങ്ങനെയുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഏത് നേരവും ഈ തുള്ളിച്ചാടുന്ന കാരണം കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കാണാൻ. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ന് പറയും ഒരു സ്റ്റെപ്പ് കാണിക്കൂ എന്ന് പറയും. അതുപോലെ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ശിവരാത്രിയൊക്കെ വരുമ്പോൾ ഓപ്പണിനെ പഠിപ്പിക്കില്ല. അങ്ങനെയാണ് അമ്മ അമ്പലത്തിൽ അമ്പലക്കഴകല്ലേ. പക്ഷെ ഞാൻ ഈ ഡാൻസ് എപ്പോഴും അതെ വെറുതെ നിൽക്കുകയില്ല. അങ്ങനെയാണ് എനിക്ക് കലാമണ്ഡലത്തിൽ ചേരണമെന്നോ അമ്മ വീട്ടിൽ പോകണമെന്നോ മനുഷ്യർക്ക് പോകണമെന്നോ അങ്ങനത്തെ ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പിന്നെ നമുക്ക് അത്ര സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഡാൻസ് കണ്ടിട്ട് അമ്മ ഞങ്ങൾ മല്ലിക ചേച്ചി എന്നാണ് പറയുക, അവിടെ പോയിട്ട് പറഞ്ഞിട്ട് അവിടെ എന്നെ ഡാൻസ് പഠിപ്പിക്കുക. അവിടെ ചേർത്ത് കുറച്ച് കാലമേ പോയുള്ളൂ.
അപ്പോൾ 7ാം ക്ലാസ്, അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാലാണല്ലോ കലാമണ്ഡലത്തിൽ ചേർക്കുക. അപ്പോൾ 7ാം ക്ലാസ് ചേർന്നപ്പോൾ പറഞ്ഞു, നീ നിന്നെ സ്കൂളിലേക്ക് വിടുന്നില്ല, കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർക്കുകയാണെന്ന്. അന്ന് നമ്പീശാശാൻ, അതായത് നീലാണ്ടൻ നമ്പീശ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ വല്യപ്പനാണ്, മുത്തശ്ശൻ്റെ അനിയനാണ് നീലാണ്ടൻ നമ്പീശൻ. അപ്പം അപ്പനോട് പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ചേർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കരച്ചിൽ തുടങ്ങി, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ യാത്ര പറഞ്ഞു വന്നു, ഞാൻ കലാമണ്ഡലത്തേക്ക് അടുത്ത കൊല്ലം തൊട്ട് വരില്ല. അതെ, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം വരില്ല കേട്ടോ, ഞാൻ കലാമണ്ഡലത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ എങ്ങനെ കഴിഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യത്തിൽ. എനിക്ക് അന്ന് സീറ്റ് കിട്ടിയില്ല. അതാണ് ഓർക്കാത്തത്. അപ്പം ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ എനിക്ക് കാർഡ് വന്നു, എനിക്ക് കലാമണ്ഡലത്തിൽ സീറ്റ് കിട്ടിയില്ല പറഞ്ഞിട്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അമ്മയ്ക്കാണ് കൂടുതൽ വിഷമമായി. എനിക്ക് വിഷമമുണ്ട്, എന്തായാലും കുട്ടികളോട് പറയണ്ടേ, ഞാൻ വീണ്ടും സ്കൂളിലത്തെ പഠിക്കണ്ടേ, എനിക്ക് പഠിക്കാനും ഇഷ്ടമില്ലായിരുന്നു. അത് പഠിക്കണ്ട, അതിനേക്കാളും ഭേദം കലാമണ്ഡലത്തിൽ പോവാന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വിട്ടില്ല. പിറ്റത്തെ കൊല്ലവും 3 കൊല്ലം അമ്മ അപ്ലൈ ചെയ്തു. അപ്പം 2ാമത്തെ കൊല്ലം അപ്ലൈ ചെയ്യാൻ നിന്നില്ല, വേഗം എന്ത് ചെയ്തു, കലാമണ്ഡലത്തിലല്ല, RLV മ്യൂസിക് കോളേജിൽ, അവിടെ കലാമണ്ഡലം ശശി പറഞ്ഞിട്ടൊരു കഥകളി ആശാണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് അമ്മ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അവിടെ RLVയിൽ സീറ്റ് കിട്ടാനൊന്നും ബുദ്ധിമുട്ട് കിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തില് +2 പ്രീ ഡിഗ്രി കഴിയണ്ട അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എവിടെ? ഇല്ല, അവിടെ ഡിപ്ലോമ കോഴ്സാണ്. അതെ, പ്രഭാകര വർമ്മ സാറായിരുന്നു അന്ന് പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. പിന്നെ വിലാസിനി മാഡം, രാധാമണി മാഡം, പിന്നെ ഇപ്പോഴത്തെ മൃദംഗിസ്റ്റ് വേണുഗോപാല്. അപ്പൊ അവിടുത്തെ അവരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ല ഇഷ്ടമായിട്ടോ, നല്ല രസമായി ഉണ്ടായിരുന്നു അത്. പക്ഷെ ക്ലാസ് നല്ല സ്ട്രിക്റ്റാ, നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. വിലാസിനി മാഡത്തിനെക്കാട്ടിലും ഒന്നും കൂടി സ്ട്രിക്റ്റ് രാധാമണി മാഡം, കലാക്ഷേത്ര വിലാസിനി മാഡം. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ക്ലാസ് നല്ല 80 ആവും. കാരണം 81-82 ഞാൻ പിന്നെ കലാമണ്ഡലത്തിൽ ചേർന്നത്. ഒരു കൊല്ലം ഞാൻ അവിടെ പഠിച്ചു കലാമണ്ഡലത്തിൽ. അവിടെ എന്താ പിന്നെ ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ പിന്നെ സമരം വന്നു, ഗംഭീര സമരം വന്നു. അപ്പൊ സമരം വന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും ഒന്നും കൂടി കലാമണ്ഡലത്തിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്തു. ഈ അപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴും അമ്മ എന്ത് ചെയ്യും, ഓരോരുത്തരെ പോയി കാണും കേട്ടോ. നീ അതുകൊണ്ട് സീറ്റ് കിട്ടാണ്ടിരിക്കണ്ട വെച്ചിട്ട് നമ്പിശാശാനെ പോയി, വല്യപ്പനെ പോയി കാണും. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പത്മാശാനെ പോയി കാണും. അപ്പം എല്ലാ ക്വാർട്ടേഴ്സിലും കയറി ഇറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും പത്മാശാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, വല്യപ്പനും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ എന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ എന്നിട്ട് കലാമണ്ഡലത്തിൽ വീണ്ടും ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കാർഡ് വന്നു, വീണ്ടും ഇൻ്റർവ്യൂവിന് പോയി. പിന്നെ അതേപോലെ തന്നെ കിട്ടുന്ന അപ്പോഴും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഭാഗ്യത്തിന് കിട്ടി. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പിന്നെ ഇതായി. ഇപ്പോൾ ആദ്യം സ്റ്റൈപ്പൻ്റൊന്നും കിട്ടിയിരുന്നില്ല, പിന്നെ സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടി. അങ്ങനെ അതിൽ പിന്നത്തെ ഇൻ്റർവ്യൂവിലേക്ക് സത്യ ടീച്ചറേനെയും അമ്പിയ ടീച്ചറേനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഞാൻ പേടിച്ചിട്ടാണ് പോയിരുന്നു. പറഞ്ഞാൽ അമ്പിയ ടീച്ചറെ കാണുമ്പോഴേ നമുക്കൊരു ഇതല്ലേ. പിന്നെ നമുക്ക് എത്ര ആയാലും ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പിന്നെ സ്വതവേ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനുള്ള ആൾ തന്നെയായിരുന്നു ഞാൻ. ഇൻ്റർവ്യൂവിന് പോയ പേടിയുണ്ടായിരുന്നില്ല. അപ്പം എന്തൊക്കെയാ ഇതേപോലെ ചോദിച്ചാൽ എന്തൊക്കെയാ അവിടെ പഠിച്ച്, ആരൊക്കെ ക്ലാസ് എടുക്കണേ, എന്താ അപ്പം ഇങ്ങോട്ട് പോരാൻ കാരണം എന്നൊക്കെ സത്യ ടീച്ചർ ചോദിച്ചു. അപ്പോൾ അവിടെ കലാക്ഷേത്ര ശൈലിയായിരുന്നല്ലോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോരാൻ വേറെ ഒന്നുമില്ല, ഇവിടെ ആകുമ്പോൾ അടുത്ത്. എനിക്ക് പിന്നെ കലാമണ്ഡലത്തിൽ ചേരാനായിരുന്നല്ലോ ആഗ്രഹം. ഓഗസ്റ്റ് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതന്നെ എനിക്ക് ആഗ്രഹം, അമ്മയ്ക്ക് ആഗ്രഹവും കലാമണ്ഡലത്തിൽ ചേർക്കാനായിരുന്നു. അവിടുത്തെ ആ അന്തരീക്ഷവും അവിടുത്തെ ആ ചെണ്ടകൊട്ടും ആ മദ്ദളവും ആ കഥകളി. അമ്മ എല്ലാ പ്രാവശ്യവും കഥകളി കാണാൻ പോവാറുണ്ട്. അങ്ങനെയാണ് അമ്മയ്ക്ക് കലാമണ്ഡലത്തിനോട് ഇത്രയും താല്പര്യം. അപ്പം അമ്മയുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ അവിടെ ചേർക്കണം. അങ്ങനെയാണ് ഞാൻ
കലാമണ്ഡലത്തിൽ ചേർന്നത്. എന്താ പറയുക, കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണ് ഏറ്റവും ഉണ്ടായിരുന്നത്, അതും നടന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ അത്ര കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇനി ഇതാണ് പിന്നെ. ചെറുപ്പത്തിൽ കുറച്ച് ഡാൻസ് പഠിച്ചിരുന്നു. അത് പ്രേമ ടീച്ചറായിരുന്നു എനിക്ക് ഫോക്ക് ഡാൻസ്. അതിൽ സ്കൂളിൽ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ കൂടുതൽ ഇതിനോടാണ് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്, ഡാൻസിനോട്, പഠിത്തത്തിനേക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ 10ാം ക്ലാസ് എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അത് 2 വിഷയത്തിൽ പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കും ഞാൻ എന്താ ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ചു ടീച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവരുടെ ആങ്ങളെ പറഞ്ഞു എന്തായാലും തോറ്റ വിഷയമൊക്കെ എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു, കലാമണ്ഡലത്തിൽ കുട്ടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ആഗ്രഹം ഉണ്ടോ ചോദിച്ചു കൊണ്ടുവന്നിട്ട്. അപ്പോൾ അങ്ങനെ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ആങ്ങളെയും ടീച്ചറും കൂടിയിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു പിന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ആരൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള എൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഡാൻസൊക്കെ അറിയാലോ, പിന്നെ എന്താണ് ഇപ്പോൾ ഫോക്ക് ഡാൻസ് എന്താ പഠിച്ചിരിക്കുന്നതൊക്കെ ഒരു ടീച്ചർ ചോദിച്ചു. അപ്പം അത് കുറച്ച് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല പറഞ്ഞു. ക്ലാസിക്കൽ അറിയോ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, പാട്ടറിയുമോ എന്ന് വെച്ചു. അപ്പം ഞാനന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സിനിമ ഇറങ്ങിയിട്ടുള്ള സമയം മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ള പാട്ട് പാടി. അത് കഴിഞ്ഞ് മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ അറിയില്ല ഞാടിടുന്നൊരു സുമംഗലി കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞു. പിന്നെ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ക്ലാസിക്കൽ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് പിന്നെ അതൊന്ന് പാടുമെന്ന് പറഞ്ഞു. ഇരുന്ന് താളൊക്കെ അറിയോ ചോദിച്ചു ഒരു സാറ്. അപ്പോൾ പണിക്കര് മാഷാന്ന് തോന്നുന്നു, എനിക്കത്ര അറിയില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരു സാവേരി രാഗം തോന്നുന്നുണ്ട്, അതിലെ ഒരു കീർത്തനം പാടി. അത് പാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് രണ്ടും ഓക്കെയാണ്, കുഴപ്പമില്ല, ഇനി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഡാൻസ് ഒരു ഫോക്ക് ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫീസ് കെട്ടി പഠിക്കാൻ തയ്യാറാണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതിനുള്ള നിവൃത്തിയില്ല, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്തായാലും എനിക്ക് ഫീസ് കെട്ടി പഠിക്കാൻ തയ്യാറില്ല എന്ന്. പിന്നെ കൂടിയാട്ടത്തിന് ചാൻസ് ഉണ്ട്, അതിൽ ചേർന്നോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് വേണ്ട, കൂടിയാട്ടം എന്തായാലും വേണ്ട പറഞ്ഞു, മോഹിനിയാട്ടം ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു സാറ് പറഞ്ഞു എന്നോട് ചിത്ര നമ്പൂരിപ്പാടാന്ന് തോന്നുന്നു അന്നത്തെ അന്ന്. അത് ആ സാറ് പറഞ്ഞു എന്തായാലും തോറ്റ വിഷയം എഴുതിക്കോളൂ പോയിട്ട്, അത് എഴുതി പാസ്സാവും, എന്നിട്ട് പിന്നീട് നമുക്ക് ഇവിടെ വന്ന് ചേരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാച്ചപ്പോൾ തീരെ പ്രതീക്ഷയില്ല എനിക്ക്. ഇങ്ങനെ ഒരു അതിൻ്റെ ഇടയ്ക്ക് നവരസങ്ങൾ ഒരു സത്യഭാമ ടീച്ചറാണ് 1, 2, 3 എക്സ്പ്രഷനൊക്കെ കാണിച്ചു തന്നു, ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക് പറഞ്ഞു. അത് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതേപോലെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ശേഷം ഒരു പ്രതീക്ഷ ഇല്ല. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് ഭയങ്കര വിഷമൊക്കെ ആയിട്ടിരുന്നു. ഇങ്ങനെ അത് കിട്ടില്ല. 100-300 ആൾക്കാരുണ്ട്, എത്രയോ പേര് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഒരു 10 പേരെ അന്ന് സെലക്ട് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ യാതൊരു പ്രതീക്ഷ ഇല്ല. അങ്ങനെയായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്നു, സെലക്ഷനായിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് പിന്നെ എന്തെന്നാ പറയേണ്ടത്, സാധനങ്ങളൊക്കെ ഇന്ന ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, മേടിക്കണം കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ. അതൊക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുചെന്നു. അവിടെ ചെന്നിട്ട് പോരുമ്പോൾ ഒരു പ്രയാസമായിരുന്നു കേട്ടോ. പോരുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. ഇനി കുറച്ച് നേരം ഞാൻ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല, ആദ്യമായിട്ടാണ് അവിടെ നിൽക്കണത്. അങ്ങനെ എന്നിട്ട് എൻ്റെ
81 ഞാൻ ചേർന്നത്. അങ്ങനെ 85 കോഴ്സ് കഴിഞ്ഞു പുറത്തിറങ്ങി. ഇതാണ് എൻ്റെ വിശേഷം. പക്ഷെ നമുക്ക് കലാമണ്ഡലത്തിലെ ക്ലാസ്സുകളും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ക്ലാസ് എടുക്കുകയാണെങ്കിലും എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അല്ലേ അടിത്തറയല്ലേ ചേർന്ന കാലത്തെ ഉള്ള പഠിപ്പിക്കണേന്ന് സമ്പ്രദായങ്ങളൊന്നും ദക്ഷിണ കൊടുത്ത് ചേർന്നിരുന്നത്. അത് കഴിഞ്ഞ് ഏതൊക്കെയാണ് അടവുകൾ ആദ്യം ചെയ്തിരുന്നത്? ദക്ഷിണ കൊടുപ്പുണ്ടായിട്ടില്ല. അതൊക്കെ ഒന്ന് കേൾക്കാൻ. മനസ്സിലായി. അപ്പൊ അതൊക്കെ ഒന്ന് എങ്ങനെയാണ് തുടങ്ങിയത്? ആരാണ് ആരാണ് ആദ്യം? അല്ല അങ്ങനെയല്ല, അല്ല എങ്ങനെങ്കിലും ആരെങ്കിലും ആരാണ് തുടങ്ങിയത്? ടീച്ചർ ആദ്യം എന്താണ് ഇതിനേക്കാളും മുന്നേ ആണല്ലോ ഞാൻ ചേച്ചിക്ക് ആരാ ക്ലാസ് തുടങ്ങി? ആദ്യം ലീലാമ്മ ടീച്ചർ. അല്ല ഹൈമ ടീച്ചർ. അല്ല ലീലാമ്മ ടീച്ചർ. ഞാൻ വന്നതിന് ശേഷമാണ് ഹൈമ ടീച്ചർക്ക് എന്താ ജോലി കിട്ടി വന്നത്. ഹൈമ ടീച്ചർ പിന്നെയാണ് വന്നത്. നിങ്ങള് ചേർന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞാൻ വന്നത്. അതെ അല്ലേ? അതെ. ഞാനും ഒപ്പം ചേർന്നില്ലേ ടീച്ചറും കൂടെ ഒരുമിച്ച് ടീച്ചറുടെ ക്ലാസ് ഞാനും ഞങ്ങൾക്ക് തുടക്കം ലീലാമ്മ ടീച്ചറാ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഓഗേഷ് ടീച്ചറെ എടുത്തത്. ഓഗസ്റ്റ് ടീച്ചറും ഞാനും ഒരുമിച്ചാണ് ടീച്ചർ പറയും ചെയ്തു, കുട്ടിക്ക് ഓഗേഷ് ടീച്ചറിന്റെ സ്റ്റൈലുണ്ട്, എന്നിട്ട് കത്ത് ചെയ്താക്കൊക്കെ ഇത്തിരി വ്യത്യാസമല്ലേ ഉള്ളൂ. അതെ അതെ. രമ കലാക്ഷേത്ര സ്റ്റൈൽ അവിടെ പഠിച്ച RLV അതുകൊണ്ടാണ്. അടവുകളുടെ എണ്ണം അല്ലെങ്കിൽ അടവുകൾ എന്തൊക്കെ? തട്ടടവ് 8 നാട്ടടവ് 8 അല്ലേ? പിന്നെ തേഹി മുത്തായി അടവുകൾ, അതായത് തീരുമാന അടവ്, അങ്ങനെയായിരുന്നു അവിടത്തെ ഒരു ഓർഡർ. പിന്നെ ആദ്യം കലാമണ്ഡലം സ്റ്റൈലാണ് ഞങ്ങൾ ആദ്യം പഠിച്ചത്. ഓഗേഷ് ടീച്ചർ വരണേക്കാളും മുന്നേ അത് 2 മാസം അത് പിന്നെ ഇങ്ങനെയായി. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ മറക്കണത് അങ്ങനെയുള്ളതൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. അല്ല, അതിന് മുൻപ് തട്ടടവ് പറയണം. തട്ടടവിന്റെ അതെ അതെ, അത് നാട്ടടവ്. തട്ടടവ് കലാമണ്ഡലം ശൈലിയും കലാക്ഷേത്ര ശൈലിയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ തെയ് എന്ന് പറയുന്നതിന് അവിടെ വേറെന്തോ ചൊല്ല. ഞാൻ കലാമണ്ഡല ശൈലിയിൽ ഒരു തട്ടടവും പഠിച്ചിട്ടില്ല. എല്ലാം ടീച്ചറുടെ എന്തോ അങ്ങനെ എന്തായിരുന്നു. മൂന്നാമത്തെയൊക്കെ തെയ്ത്താമാണ് കലാക്ഷേത്രയില്. ഇവിടെ തെയ്യുന്ന കാരണം ഞാൻ ഇതിന് ശേഷം വേറെ കലാമണ്ഡല ശൈലി മാത്രം പഠിച്ച ഒരു സീനിയർ ചേച്ചിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ചേച്ചിയുടെ ശൈലി പഠിപ്പിച്ചാൽ മതി എന്ന് ഇൻസ്ട്രക്ട് ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എനിക്കറിയാം ഇന്നതാണെന്ന്. ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ഇപ്പൊ നമ്മള് 7ാമത്തെ തെയ്ത്താം അവർക്ക് അങ്ങനെയല്ല, തെയ്യെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ്. വലിക്കണില്ല. അതെ. അതുപോലെ തന്നെ കണ്ണും ഒക്കെ പോകുന്ന. അതുപോലെ ഇത് ഫുൾ ഓപ്പണിംഗ് ഇല്ല, വന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാമണ്ഡലത്തിന്റെ ശൈലിന്ന് കുറെ മാറ്റം എല്ലാവരും ടീച്ചറിനെ പറഞ്ഞ നാട്ടടവില് കലാമണ്ഡലത്തിൽ ഇങ്ങനെയാ, ഇതിങ്ങനെയാണ്. ഇതിങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ട് കാലെന്ന് പറയണത് ഇപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാന്ന്. ഇപ്പോൾ കലാക്ഷേത്ര സ്റ്റൈലിൽ നിന്ന് ബാക്കില് വിരലുകൾ കറക്റ്റ് വെച്ച് ഉപ്പൂറ്റി പൊക്കി സ്റ്റൈലായിട്ട് പിടിച്ച് നട്ടല് നിവൃത്തി എന്നൊക്കെ അത് മസ്റ്റാണ്. അത്രയും മസ്റ്റായിട്ട് അത്രയും മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അങ്ങനെയായിരുന്നു. അതുപോലെ മുത്തായി അടവുകളിലെ കിണ്ണത്തും കിണ്ണത്തും ഈ സാധനങ്ങള് കലാമണ്ഡലത്തില് ഇത് കോർണറിലോട്ടായിരുന്നു. കലാക്ഷേത്ര സ്റ്റൈല് അതായത് ഓഗേശ്വരി ടീച്ചറുടെ നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. നേരെ പോകും. ഇതെല്ലാം തരിക്കിട്ടത്തും എന്നുള്ളത്
അവരുടെ ഇപ്പൊ നമ്മള് പുറകിൽ വീശി എടുത്ത് ഇങ്ങനെ വരണമായിരുന്നു. മറ്റത് അത്രയും ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇവിടെ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസം കലാമണ്ഡല ശൈലിയും കലാക്ഷേത്ര ഓകേശ്വരി ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് ഓകേശ്വരി ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. തത്തേ താതേതേത് അവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുണ്ടായിരുന്നു, ഇങ്ങനെ ആർച്ചെടുത്ത് ഇവിടെ താഴെയായിരുന്നു. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഷോൾഡർ വർക്ക് ഉണ്ടായിരുന്നു, തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് വരണമായിരുന്നു. സത്യ ടീച്ചർ പറഞ്ഞായിരുന്നു ഓകേശ്വരി എങ്ങനെയാ പഠിപ്പിച്ചേന്നൊക്കെ ചോദിക്കലില്ലേ? ഭരതനാട്യത്തിലാണ് തുടക്കം വന്നത്. ഭരതനാട്യത്തിലാണ്, മോഹിനിയാട്ടാണ് മെയിൻ എങ്കിൽ പോലും ഭരതനാട്യത്തിലായിരുന്നു മെയിൻ മോഹിനിയാട്ടം ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനെ വന്നപ്പോ ഞങ്ങളൊക്കെ മോഹിനിയാട്ടക്കാരാന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഭരതനാട്യത്തിന് മോഹിനിയാട്ടത്തിന് ഒരേ സ്ഥാനമായിരുന്നു. ഒരു പീരീഡ് മോഹിനിയാട്ട ക്ലാസ്. അതെ, രാവിലെ ഭരതനാട്യ ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മോഹിനിയാട്ട ക്ലാസ്. ചിലപ്പോ പപ്പ ടീച്ചർ എടുക്കും മോഹിനിയാട്ടം, ചിലപ്പോ ലീലാമ്മ ടീച്ചർ എടുക്കും. ഹൈമ ടീച്ചർ ഭരതനാട്യമാണ് തുടങ്ങിയത്. ഭരതനാട്യത്തിന്റെ അടവുകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. ആദ്യം തുടങ്ങിയിട്ടില്ല, ഇല്ല. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് മോഹിനിയാട്ടം തുടങ്ങുന്നത്. അതായത് ഡിസംബർ വെക്കേഷന് ശേഷം ചെന്നപ്പോൾ അലാരിപ്പ് സ്റ്റാർട്ട് ചെയ്തു. തിസ്ര അലാരിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അടവുകൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായില്ല. പക്ഷെ അതോടുകൂടി നമ്മളെ അടവും കൂടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ കുറച്ച് സ്റ്റെപ്സും അലാരിപ്പുമാണ്. പിന്നെ ഫസ്റ്റ് ഇയറില് മാർച്ചില് വെക്കേഷന് മുൻപ് തോടയം സ്റ്റാർട്ട് ചെയ്തു. തോടകതാം തോടയം ഗംഭീര നാട്ടയിലുള്ള തോടയം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ തോടയം സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ആ വെക്കേഷൻ കഴിഞ്ഞ് പോരുമ്പോഴാണ് നമ്മൾ മൈഥിലി ചേച്ചിയുടെ വീട്ടിൽ കയറിയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ മൈഥിലി ചേച്ചിയുടെ അമ്മയും ചേച്ചിയും ഒക്കെ കൂടെ ഞങ്ങളെ ഈ തോടയം പഠിപ്പിച്ച് എത്ര കളിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഈ കഴുത്തിളക്കി കറക്റ്റ് അതിന്റെ എന്താ പറയാ ടൈമിങ്ങില് എന്താ പറയാ അത് ചെയ്യാനായിട്ട് അറിവുണ്ടായില്ല. കാരണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. അവരൊക്കെ നിന്ന് അങ്ങോട്ട് ചിരിക്കും. കാരണം ഞങ്ങളെ കളിയാക്കിയതായിരുന്നു, ഞങ്ങൾക്ക് അറിവുണ്ടായില്ല അതില്. അപ്പൊ അങ്ങനെ നല്ല ആ ഒരു ഓർമ്മയുണ്ട്. പിന്നെ ചെന്നിട്ടാണ് അങ്ങ് തോടയം കംപ്ലീറ്റ് ആവലും. പിന്നെ വന്നതിന് ശേഷം ടീച്ചർമാരൊക്കെ ലീലാം ടീച്ചർ വിളിക്കും, ഇനിയും വിജീനിയെ വിളിക്കുക. അടവ് ഒന്ന് കാണിച്ചു. ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് മോഹിനിയാട്ടം അടവുകൾ പഠിക്കുക. ചൊൽക്കെട്ട് അല്ലേ, 2 ചൊൽക്കെട്ട് പഠിച്ചു. ഞങ്ങളുടെ ഇയറില് അങ്ങനെ ഉണ്ടായോ? ഭരതനാട്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഇല്ലാത്ത സമയത്ത് ഹൈമ ടീച്ചർ എടുക്കുകയും ചെയ്യും. നമുക്ക് ഹൈമ ടീച്ചർ ക്ലാസ് രണ്ടും കൊടുക്കുന്നു. പിന്നെ അതേപോലെ നമുക്ക് ഇതിന്റെ ഒപ്പം പാട്ട് ക്ലാസ്, അതിലും രസം. അതിലും മുമ്പ് പാട്ട് സാധകം ഇല്ലേ? അതന്നെ പറഞ്ഞു പാട്ട് സാധകം. ടീച്ചറുടെ പാട്ട് പാട്ട് സാധകം 5 മണിക്ക് 5 മണിക്ക് 6 മണി വരെ. പിന്നെ 7 മണി തുടങ്ങി 8 മണി വരെ മെയ് സാധകം. 8:30 മുതൽ 10:30 വരെ നൃത്തപഠന ക്ലാസ്. അതുകൊണ്ട് അങ്ങനെയാണ്. അതെ, സാരി പഞ്ചാബ് ഇടാനുള്ള സമയമുണ്ടല്ലോ. അതുണ്ടായിരുന്നു. അതെ, പയഞ്ഞും പയറും അല്ലെങ്കിൽ കഞ്ഞിയും കടലയും. ചെറുപയറല്ല, വൻപയറ്, കടല, ചെറുപയർ വല്ലപ്പോഴും പ്രോട്ടീൻ, നെയ്യ്. അതെ. പിന്നെ 10:30 മുതൽ 3 മാസേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിലേക്ക് വരാം. അതെ, 10:30 വരെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ ചില ദിവസം ഇളയത് മാഷിന്റെ തിയറി ക്ലാസ് ഉണ്ടാവും, സാഹിത്യ ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ പണിക്കര മാഷിന്റെയോ അമ്പി ടീച്ചറുടെയോ ഉമ്മ ടീച്ചറുടെയോ പാട്ട് ക്ലാസ് ഉണ്ടാവും. പണിക്കര മാഷിന്റെ ക്ലാസ് ആണെങ്കിൽ 12 മണി ഷാർപ്പ് ആവാതെ വിടില്ല. അത് അമ്പി ടീച്ചർ ആയാലും അങ്ങനെ. ഉമ്മ ടീച്ചർ ആണെങ്കിലാണ് ഒന്നിരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ അവിടെ ഇരിക്കുന്നത്. പുള്ളിക്ക് എപ്പോഴും ഉറക്കം അങ്ങനെ ഇരുന്ന് കളിയാക്കി പറയുന്നത്, എന്താ കുട്ടി പാടിക്കോളൂ, കുട്ടികൾ പാടിക്കോളൂ, പുള്ളി ഇരുന്ന് ഉറങ്ങും. പക്ഷെ ഇളയത് മാഷിന്റെ ക്ലാസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗംഭീര ഇഷ്ടം. 15 മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, 15 മിനിറ്റ് നേരത്തെ വിടും. അപ്പൊ ഞങ്ങൾക്ക് അരമണിക്കൂർ ലാഭം. പക്ഷെ ഞങ്ങൾക്ക് അംബിക ടീച്ചർ അല്ല, ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ പണി എന്താ വെച്ചാ വീണ്ടും ഭക്ഷണത്തോടാ. ഈ വൻപയർ ഉപ്പിലിട്ട് വേവിച്ച് മുളക് പൊടി തൂളിയത് അവിടെ ദേവകിയമ്മ തങ്കവടിയമ്മ അവിടെ ബാക്കി ഉണ്ടാവും. അത് മേടിക്കുക, പഞ്ചസാര ഇട്ട് ഇളക്കുക, കഴിക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതായാലും ചെറുപയറായാലും അങ്ങനെ തന്നെ. അതേപോലെ ഉച്ചക്ക് നമുക്ക് ക്ലാസ്
ഉച്ചയ്ക്ക് 3:30 തുടങ്ങും. 3:30 തുടങ്ങും. 5:30 വരെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പേപ്പർ പേപ്പർ വായനയുണ്ട്. 3 മണിക്ക് വീണ്ടും സരിയമ്മ ഇടുക, 3:30 ക്ലാസ്സിൽ കയറുക, 5:30 വരെ ക്ലാസ്. പിന്നെ രാത്രി കണ്ണ് സാധകം ഉണ്ട് രാത്രിയില്. കുളിക്കാറിയില്ല, മുടി തോർത്താറിയില്ല, സാരി ചുറ്റാറില്ല. അതെ, അല്ലെ ആ കലാമണ്ഡലത്തിന്റെ ആ യൂണിഫോം ഒരു പ്രത്യേക ഇതായിരുന്നു. ഓരോ ദിവസവും ഇതിനിടയ്ക്ക് 2 കാര്യം ചോദിക്കട്ടെ. ഒന്ന്, വൈകുന്നേരം ഭജന അതിലേക്ക് വരുന്നു. 6:30 മുതൽ എന്ന പോലെ രാവിലെ ഈ പ്രയർ ഉണ്ടായിരുന്നോ? ഇല്ല, പ്രയർ ഇല്ല, പ്രതിജ്ഞ ഇല്ല, ഉണ്ടായില്ല, അന്നില്ലായിരുന്നു. മെയ്സാദാൻ കഴിയുക, കഞ്ഞി കുടിക്കാൻ പ്ലേറ്റ് എടുത്ത് ഓടുക, കഞ്ഞി കുടിക്കുക, ക്ലാസ്സിലോട്ട് വരിക, ക്ലാസ്സിൽ കയറുക. അതെ, വൈകുന്നേരം ഭജന 6:30. അല്ല 9 മണിക്ക് കണ്ണ് അത് ഞാൻ പറഞ്ഞു. കണ്ണ് സാധകം 9 മണിക്ക്. 9 മണിക്ക്. അത് കണ്ണ് സാധകം രാത്രി. കണ്ണ് സാധകം. പിന്നെ 8:30 ആഹാരം കഴിക്കാൻ ബെല്ലടിക്കും. 9 അത് കഴിഞ്ഞ് വന്നിട്ടാണ് കണ്ണ് സാധകം. 9:30 ലൈറ്റ് ഓഫ് ആക്കണം റൂമില്. കിടക്കണം. കണ്ണുസാധം കഴിഞ്ഞാൽ കിടക്കണം. 4:30 എഴുന്നേക്കും. ചേച്ചിമാരുടെ കയ്യിൽ ആരുടെയെങ്കിലും ഇത് കാണും, ചെറിയ ടൈം പീസ് അലാറം ഒക്കെ വെച്ചിട്ട് അവര് വന്ന് ഡോറയില് ഇങ്ങനെ തട്ടും. ഭജനുണ്ട് വൈകുന്നേരം. അതാ പറഞ്ഞേ. അതുണ്ട്. 7 മണിയല്ലേ? കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ? പിന്നെന്താ വേറെ ഉണ്ടല്ലോ, വേറെ ഒരുപാട് മുരുകന്റെ ഒക്കെ ഇല്ലേ? മുരുകന്റെ ഉണ്ട്. പൊന്മലവാസ, അയ്യപ്പസ്വാമിയുടെ പൊന്മലവാസ പരമാനന്ദം തന്നിടനെ പൊന്മലവാസ, പൊന്മലവാസ, പൊന്മലവാസ പരമാനന്ദം തന്നിടനെ പൊന്മലവാസ. പന്തള നാട്ടിലെ പൊന്നോളി ദീപമായമ്പോട് കാണവനെ അയ്യപ്പ, അയ്യപ്പ. അൻപാകും അൻപു കൊണ്ടമ്മയും ദേവനെ വൻപോലി വാഹനനെ അയ്യപ്പ. അൻപാകും അൻപു കൊണ്ടമ്പയും ദേവനെ വൻപൂലി വാഹനനെ അയ്യപ്പ. പൊന്മലവാസ, പൊന്മലവാസ പരമാനന്ദം തന്നിടനെ പൊന്മലവാസ. ഞാൻ ഈയിടെ ഗ്രൂപ്പില് പാടിയപ്പോഴേ ദൈവം, അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ആ കാലത്തിലേക്ക്. കണ്ണെന്തിനാ അവൻ കളഗീതം കേൾക്കാത്ത കാതെന്തിനാ, കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ, തിരുനാമം ജപിക്കാത്ത നാവെന്തിനാ, തിരുനാമം ജപിക്കാത്ത നാവെന്തിനാവൻ, തിരുപടി പണിയാത്ത കരമെന്തിനാ. പക്ഷെ ഭജന പാടും. ഭജനക്ക് ക്ലാസ്സിലേക്ക് വരാം അല്ലേ? അപ്പോൾ അവിടെ ആ കാലത്ത് പിന്നെ 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മ? സിലബസ് അടവുകള് ഇത്ര അടവുകൾ, ഭരതനാട്യത്തിന് ഇത്ര അടവുകൾ. അപ്പോ 1-ാം വർഷമാണ് വെച്ചാൽ പിന്നെ മോഹിനിയാട്ടം ചെയ്യലോ അവിടെ നമുക്കിപ്പോ സിലബസ് എന്ന് മനസ്സിലായത് പഠനത്തിന് ശേഷം. അത് സിലബസ് ആയിട്ട് പഠിക്കുകയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സിലബസ് ആണ്, സെക്കൻഡ് ഇയർ സിലബസ് ആണ്, എങ്ങനെ അറിയില്ലായിരുന്നു. ആദ്യത്തെ വർഷം പഠിച്ചത് ഭരതനാട്യമാണെങ്കിൽ അടവുകള് എല്ലാം പഠിച്ചു. അലാരിപ്പ് വരെയുള്ള പഞ്ചനട അടക്കം അടവ് പഠിച്ചു. അലാരിപ്പ്, തോടയം, ഇങ്ങനെ പോകുന്നു. ജത്സരം, പദം, കീർത്തനം, അങ്ങനെ ഇങ്ങനെ സെക്കൻഡ് ഇയറിലാണ് ശബ്ദം, വർണ്ണം ഒക്കെ വന്നത്. അലാരിപ്പ് വരെയാണ്. പിന്നെ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ണീഷേട്ടാ നമ്മളൊക്കെ ക്ലാസ്സിലെ തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ
തിയറി മുദ്രകൾ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ ക്ലാസ്സിൻ്റെ ഇടയിൽ 11 അതായത് ഒരു അരമണിക്കൂറിന് മുൻപേ വെള്ളം കുടിക്കാൻ വിട്ടിട്ട് പിന്നെ വരുന്നത് തിയറിയിലോട്ട് വരും. മുദ്ര ചോദിക്കുക, വിനിയോഗം ചോദിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഈ ചേച്ചിമാരുടെ സീനിയേഴ്സിൻ്റെ പകർത്തി എഴുതിയിട്ട് ആ ബുക്ക് നോക്കി പഠിച്ചല്ലേ, കറക്റ്റ് അല്ലേ? ആ ബുക്ക് നോക്കി പഠിച്ചിട്ടുള്ള അറിവുകൾ. അതുകൊണ്ട് ഇതിൻ്റെ വേർഡുകളുടെ ഉപയോഗ കാര്യം കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് പിന്നീടുള്ള പഠനത്തിൽ പുറത്തൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് അത് മനസ്സിലായത്. ഇന്നതിന് ഇന്ന മീനിങ് വെച്ചിട്ട് ഇന്നത് പല മുദ്രകളുടെയും ഉപയോഗങ്ങളുടെ അതെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ പതാക മുദ്ര ഇത് ഈ തള്ളവരിൽ കംപ്ലീറ്റ് ഇങ്ങനെ പിടിക്കണം മൊത്തം. അപ്പം എൻ്റെ കൈ ഇത് ഡാമേജ് ആയതുകൊണ്ട് നടക്കതേ ഇങ്ങനെ. ഇത് ഇത്രയും മസ്റ്റാണെന്ന് അറിയില്ലായിരുന്നു. അത് യോഗേശ്വരി ടീച്ചറുടെ ക്ലാസ്സിൽ നിന്നാണ് കമ്പൽസറി മനസ്സിലാക്കിയത്. അങ്ങനെ ഓരോന്നിന്റെ കാര്യങ്ങളും അതുപോലൊക്കെ തന്നെയാണ്. വന്നതിന് ശേഷമാണ് വിനിയോഗങ്ങൾ പഠിച്ചത്. നാട്യ പതാക വസ്തുനിഷേധനേ കുജസ്ഥലേ നിശായാം നദ്യാം അമരമണ്ഡലേ തുരംഗേ ഖണ്ഡനേ വായൗ ശയനേ ഗമനോദ്യമേ പ്രതാപേ ച പ്രസാദേ ച ചന്ദ്രികായ ഘനാതപേ കവാടപാഠനേ ശബ്ദവിപത്യത്തെ തരംഗനഗേ ലീലി പ്രവേശഭാവേപി സമത്വേ ച അന്തരാഗേ ആത്മാർത്ഥേ ശപതേ ചാപി തൂഷ്ണീം ഭാവനിദർശന 2 പ്രാവശ്യം പറയും. ആത്മാർത്ഥേ ശപതേ ചാപി തൂഷ്ണീം ഭാവനിദർശനേ. അത് പിന്നെ ഇതില്ലേ പിന്നെ ഗഡ്ഗരൂപസ്യ ധാരണ ഇതൊക്കെയുണ്ട് വാളിന്റെ ഒക്കെ. ഇങ്ങനെ എല്ലാത്തിനുണ്ട് മുഖത്തിന് അല്ലെങ്കിൽ കഴുത്തിന് കണ്ഠഭേദം, ദൃഷ്ടിഭേദം, ശിരോഭേദം, പാദഭേദം. ക്രമമുണ്ട്. ഖണ്ഡഭേദം, ശിരോഭേദം, അല്ലേ? ദൃഷ്ടിഭേദം. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് മോഹിനിയാട്ടം, ഇപ്പോൾ ഭരതനാട്യത്തെക്കുറിച്ച് നമ്മൾ പറയണം. മോഹിനിയാട്ടം മുദ്രകൾ കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിനിയോഗങ്ങളൊന്നും അറിയില്ല, പഠിപ്പിച്ചില്ല. ഉണ്ട് ഹസ്തപതാകോ മുദ്രാഖ്യ കടകോ മുഷ്ടിരിത്യ. പിന്നെ ഞാൻ പുറത്തുനിന്നാണ് മോഹിനിയാട്ട മുദ്രകൾ. ഹസ്തപതാകോ മുദ്രാഖ്യ കടകോ മുഷ്ടിരിത്യപി കർക്കടകശുഗതുണ്ടോ കവിത്തതഃ ഹംസലക്ഷരോ ഹംസാസ്യരഞ്ജലി. ഇത് കഥകളി മുദ്രകളാണ്. ഇത് നമ്മൾ പുറത്തുനിന്നാണ് പഠിച്ചേക്കണേ, അകത്തുനിന്ന് പഠിച്ചിട്ടില്ല. ഇപ്പൊ അല്ല നമ്മള് പഠിച്ചിട്ടില്ലല്ലോ. മുദ്രകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആരാ? ലീലാം ടീച്ചറോ? ലീലാം ടീച്ചറാണെന്ന് തോന്നുന്നു. ലീലാം ടീച്ചർ കുറെ അടവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല അവിടെ. പക്ഷേ തിയറി എഴുതിയെടുത്തപ്പോൾ ചേച്ചിമാരുടെ ബുക്കിൽ നിന്ന് ഈ ഹസ്തപതാകവും മുദ്രാഖ്യ കടകവും മുഷ്ടിരീതി പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും നമുക്ക് മോഹിനിയാട്ട മുദ്രകളായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതൊരു കുറ്റമല്ല, നമ്മളത് ചെയ്ത് നമുക്കത് ഉണ്ടായിട്ടില്ല, അന്നത്തെ കാലത്ത് ഉണ്ടായില്ല. അതേ ഉള്ളൂ. കാലങ്ങൾ മാറിയപ്പോൾ കാര്യങ്ങൾ ആയിരിക്കാം. 75-80 കാലത്തിന് ശേഷം അടവുകൾക്ക് മുദ്രകൾക്കൊക്കെ വ്യത്യാസം അങ്ങനെ വ്യത്യസ്തത ഉണ്ട് എന്നും ഇപ്പം നമ്മൾ കിണറ്റിലെ തവളയ്ക്ക് കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം മാത്രം അറിയുള്ളൂ എന്ന പോലെ ഞങ്ങൾ ഗംഭീരമായ മഹാസ്ഥാപനമായ കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ
എന്നും പറഞ്ഞ് ഞങ്ങൾ കുറെ കാലം നടന്നു. പിന്നെ ഇതൊന്നും അല്ല, ഞങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയത് മറ്റുള്ള പല ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിൽ അഹങ്കാരം പതുക്കെ കുറഞ്ഞ് വന്ന് താഴെ വന്ന് ഇങ്ങനെ ആയി. ഇതാണ് സത്യാവസ്ഥ. അല്ല ലീലാമ്മ ടീച്ചർ അപ്പൊ നമുക്ക് എങ്ങനെയും അക്കാലത്ത് ഉണ്ടായിരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആ ഏകദേശം ഓർത്തെടുക്കുക. അപ്പൊ പനിമതി അല്ലെങ്കിൽ പനിമതി ഉണ്ടായിരുന്നു, ചോൽക്കെട്ട് ഉണ്ടായിരുന്നു, മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് ചോൽക്കെട്ട് 2 ചക്രവാകം സൗരാഷ്ട്രം പിന്നെ ജതിസ്വരം ചെഞ്ചുരുട്ടി ജതിസ്വരം തോടി ജതിസ്വരം പിന്നെ പനിമതി അല്ല എന്താ ഹോവല്ല കാന്തനോട് പദങ്ങള് സ്വാതിരുന്നാൾ കൃതികള് കുറെ പഠിച്ചിട്ടുണ്ട്. തരുണി, പെടും പനിമതി അതൊക്കെ അതിൽ പെടും. അങ്ങനെ നല്ല കുറെ പ്രഗത്ഭമായ കൃതികള് പഠിച്ചിട്ടുണ്ട്. പിന്നെ വർണ്ണങ്ങള്, മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് കുറേയും കൂടെ ക്ലാരിറ്റി തോന്നിയിട്ടുണ്ട്. അതൊക്കെ അതെ, അങ്ങനെ കുറച്ചും കൂടെ ക്ലാരിറ്റീസ്, അതായത് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി വരും. ആദ്യം വർണ്ണം എന്താണ് മോഹിനിയാട്ടം യദുകുല, അത് ഉണ്ണിച്ചേട്ടാ. അത് കഴിഞ്ഞ പിന്നെ തോടിയാണ് അല്ലേ? അത് കഴിഞ്ഞ തോടി. ഈ രണ്ടും പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞാലും ഭരതനാട്യത്തെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് മനസ്സിലുണ്ട്. പക്ഷെ മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് ഇപ്പൊ ഈ 2025 കാലഘട്ടത്തില് നിൽക്കുമ്പോഴും ക്ലാരിറ്റി ഇന്നും അന്നും കലാമണ്ഡല ശൈലി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം.